പണി കിട്ടി ഗൈസ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വലിയൊരു സൗണ്ട് കേട്ടത്. ഒന്ന് നോക്കിയപ്പോൾ കണ്ട ഭാഗ്യത്തിന് വണ്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ല. വണ്ടികളൊക്കെ അപ്പുറത്തെ പറമ്പിലേക്ക് എടുക്കണത്. ലൈനുമ്മ ഹോൾഡായിട്ട് ഇങ്ങനെ എടുക്കണം. കണ്ട തെങ്ങിൻ്റെ കട പറഞ്ഞു. വിഷുവിന് കുറച്ച് ദിവസം മുന്നേ നമ്മളെ വീട്ടിൽ നടന്നൊരു സംഭവമാണ് ഇട്ടത്. എന്ന് വെച്ചാൽ കണ്ണേട്ടൻ പറഞ്ഞിരുന്നു, ഈ തെങ്ങ് എന്തായാലും നമ്മളെ വീട്ടിലേക്ക് തന്നെ വീഴുള്ളൂ. നമ്മൾ ഉമ്മറത്ത് നിന്ന് നോക്കിയാൽ കാണാം, കാറ്റ് വരുമ്പോൾ കടപ്പുറത്തു നിന്നുള്ള കാറ്റ് വരുമ്പോൾ ഈ തെങ്ങ് കിടന്ന് ആടണത്. അപ്പം എന്നും പറയും കറക്റ്റ് നമ്മളെ വീട്ടിലേക്ക് തന്നെ ഉണ്ടാ വരിക, നമ്മളെ കാറിടുന്ന സ്ഥലത്തേക്ക് തന്നെ വരികയെന്ന് എപ്പോഴും പറയണത്. ഈ വശത്തന്നെ നമ്മളെ കാറായാലും കസ്റ്റമേഴ്സിൻ്റെ കാറായാലും നമ്മളിട്ട് പണിയാറ്. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു കുറച്ച് ദിവസം അവിടെ എടുക്കട്ടെ, ഈ തെങ്ങ് അപ്പുറത്തെ വീട്ടിലെ അമ്മായിയുടെ പറമ്പിലെ തെങ്ങാണ്. അപ്പോൾ ഇത് കിടന്ന് കാറ്റിനാടനാകുമ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു നമുക്ക് പോയി അമ്മായിനോട് പറയാം എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ തെങ്ങ് വീണത്. തെങ്ങ് വീണിട്ട് നമ്മളെ വീട്ടിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സർവീസ് വയറും എന്താ പറയുക മീറ്റർ വയറും എല്ലാതും പൊളിഞ്ഞ് പുറത്തേക്ക് പോന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ KCBയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ലൈൻ കമ്പിമേൽ തെങ്ങ് വീണിട്ടുണ്ട്. വലപ്പാട് KCB ആണ് ഞങ്ങളെ സെക്ഷനായിട്ട് വരുന്നത്. അവിടേക്ക് ഞാൻ രണ്ടാമത് വിളിച്ചപ്പോഴും അവിടുത്തെ മേഡം പറഞ്ഞു ലൈനിലെ കറണ്ടൊക്കെ ഞങ്ങൾ എല്ലാം അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്, സാറുമാർ ഇപ്പം തന്നെ അങ്ങോട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുറച്ച് സമാധാനമായി. ഞാൻ സിറ്റൗട്ടിൽ വന്ന് നോക്കുമ്പോണ്ട് തെങ്ങ് വന്ന് കിടക്കണത് കാണണം. വീടിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും KCBയിലെ സാറുമാരെല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ അമ്മായിനോട് ചെന്ന് സംസാരിച്ച് അവർ തന്നെ നമുക്ക് തെങ്ങ് മുറിക്കാനുള്ള ആളെ ഏൽപ്പിച്ച് തന്നു. ആ ചേട്ടനായാലും KCBയിലെ സാറുമാരും അത് പണിയെടുക്കാൻ വന്ന ചേട്ടന്മാരായാലും നല്ല ഹെൽപ്പായിരുന്നു. കണ്ണേട്ടനും എനിക്കും ടെൻഷനായിരുന്നു, ലൈൻ കമ്പിമേൽ വീണ് കിടക്കണ കാരണം നമുക്കൊന്നും കയറി എടുക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ റോട്ടിലുമാണ് എല്ലാതും പൊട്ടി കിടക്കുകയാണ്. വീട്ടിലത്തെ സകല സാധനങ്ങളെന്ന് വെച്ചാൽ മീറ്റർ വയറും സർവീസ് വയറും ഒക്കെ പൊട്ടി. അതൊക്കെ ആകെ ബുദ്ധിമുട്ടായി. ഇനി എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം എല്ലാവരും KCBയിലെ ചേട്ടന്മാരായാലും ഒക്കെ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. നമുക്ക് ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നെങ്കിലും അവർ വന്ന് അതൊക്കെ ചെയ്ത് തന്നപ്പോൾ നമുക്കത് ഭയങ്കര സമാധാനമായി. എങ്ങനെ നമ്മ ഇതൊക്കെ ചെയ്ത് തീർക്കുന്നുള്ള ടെൻഷനായിരുന്നു. കുറച്ച് സമയം കൊണ്ട് എന്താ പറയുക മരം മുറിക്കണതായാലും KCBയിലെ പ്രവർത്തനങ്ങളായാലും ഒക്കെ നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കണ്ണമാമൻ്റെ ഒപ്പം തെങ്ങ് മുറിച്ചിടുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. ആ മരം മുറിക്കണ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ട് തന്നു. പിന്നെ വലപ്പാട് KCBയിലെ വർക്കേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മളെ വീട്ടിലെ കറണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ അവിടുത്തെ സാറുമാരും വർക്കേഴ്സൊക്കെ ചെയ്തു തന്നു.